പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പൊറോട്ടയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യമായി നമുക്ക് സ്റ്റൗ ഓണാക്കി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാമേ. എന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ഇഞ്ചിയുടെ ഒരു മണം മാറി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അത് രണ്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിടുന്നത് സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയാണേ. അതാണ്ട് ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാമേ. ഇവിടെ ഒത്തിരി എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ലേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളിക്ക അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണേ. തക്കാളിക്ക അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അതൊന്ന് വഴറ്റിയെടുക്കണേ. തക്കാളിക്ക് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കണേ. അല്പം മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ കുറച്ച് ചേർത്തത്. പിന്നെ ഇച്ചിരി ഗരം മസാല. ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിൻ്റെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്നിളക്കി ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാമേ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മിക്സ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു വെള്ളം ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു 3 പൊറോട്ടയാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ടയാണ്. അത് 3 നമുക്കൊന്ന് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. നല്ലോണം ഈ മസാല ഈ പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതേ നമ്മുടെ ചില്ലി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചില്ലി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടാറ്റാ, ബൈ ബൈ.